ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ നോമ്പിന്റെ കാലങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ വസിച്ച് നിത്യതയിലേക്കുള്ള യാത്രയിൽ വന്ന് ഭവിക്കുന്ന തിന്മയുടെ പ്രലോഭനങ്ങളെ നേരിടാൻ നമ്മെ സഹായിക്കുന്നതായിരിക്കണം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടില്ലാതെ മനുഷ്യനും ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹത്തിനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഭാഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനത്തെ കുറിച്ചാണ് കാണുന്നത്. സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കാം. നാം ഓരോരുത്തരും കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന മണവാളന്റെ സ്നേഹിതനായി നിന്ന് അവന്റെ സ്വരം തിരിച്ചറിഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ സന്തോഷം പൂർണ്ണമായി. അവനോ വളരണം, ഞാനോ കുറയണം എന്ന തിരിച്ചറിവുണ്ടായി. നമുക്കും കർത്താവിന്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനും കർത്താവിന്റെ സ്വരം തിരിച്ചറിയുവാനും സാധിക്കണം. നോമ്പുകാലങ്ങൾ എല്ലാം എളിമയെന്ന പുണ്യം നമ്മിൽ നിറയുവാനും മറ്റുള്ളവരുടെ നന്മയിലും വളർച്ചയിലും സന്തോഷിപ്പാനും സാധിക്കണം. എളിമയുള്ളവരായി, അനുസരണമുള്ളവരെ, നല്ല ശീലങ്ങളിലൂടെ ദൈവത്തിന്റെ കയ്യിലെ ഉപകരണങ്ങളായി ജീവിക്കാനും യേശു അപ്പച്ചൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. ആമേൻ.